റാസ്കൽസ് സ്റ്റേഷനിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. ഇതൊന്നും എന്റെ അച്ചിവിടാണെന്ന് വിചാരിച്ചോടാ. ഡേ വേലപ്പ, നൂൺ ഷോയ്ക്ക് സമയമായിടേ. ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ്. പോയി പോക്കറ്റ് അടിച്ചിട്ട് വാടേ. നാളെ പുതിയ CI ചാർജ് എടുക്കാൻ ഏത് വർഗ്ഗക്കാരന്റെ നാർക്കറിയാം. ഡേ സമയമായിടേ. കളിക്കാനും സമ്മതിക്കില്ല. ഡേ ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്കൊരു ബോധമില്ലല്ലോ. ഡേ സാറിന് ആരായി പേരിട്ടത്? സൽഗുണൻ. നല്ല ചേർച്ചയുള്ള പേര്. അതെന്റെ അച്ഛൻ നിർഗുണൻ. പോയിട്ട് വാടേ. നിങ്ങൾ കളിച്ചോ. വേലപ്പ നിക്ക്. നീ നല്ല പാർട്ടിയാ. എന്ത് പണിയാടേ കാണിച്ച്? പണിയായുധം വേണ്ടേ? സാറിന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണൻ. അനിയ ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ്. ഇന്നെങ്കിലും അല്പ കട്ടിയുള്ള പോക്കറ്റുകളും കീറണേ. ഐശ്വര്യോട്ട് വാങ്ങിച്ചോ. നിക്ക്. ഈ മാസം ഇത് 7ാമത്തെ ബ്ലേഡാണ്. പോയി. ഇതെന്താ പോലീസ് സ്റ്റേഷനോ ചീട്ട് കളിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരുമെന്നാണല്ലോ ഇൻഫർമേഷൻ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ കാണുന്നത്. സാർ അത് റിക്രിയേഷന്റെ എന്താണോ തന്റെ പേര്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ സൽഗുണൻ. ഒരു ബ്യൂട്ടിഫുൾ ഭാര്യയും ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരു അവിഞ്ഞ അമ്മായിയമ്മയുമുള്ള ഒരു സംതൃപ്ത കുടുംബം. തന്റെ കുടുംബക്കാരൻ ഞാൻ ചോദിച്ചില്ല. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ. എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം. ഇതെന്താണോ ലോക്കപ്പിൽ ക്രിമിനൽസ് ഒന്നുമില്ലേ? അവന്മാരെങ്കിൽ വൈകുന്നേരം ഈ ഗ്രാമത്തിൽ കള്ളന്മാരേ ഇല്ല സാർ. ഒരു പോക്കറ്റ് നിർത്തത്ത് ഒരു പോക്കറ്റ് എടുക്കാൻ കണ്ടിട്ട് കാലം എത്ര ഇല്ലേ വർക്ക്? അല്ല, ഒരാൾ 4 മണിക്ക് വരാന്ന് പറഞ്ഞു. ആരാത്? രാവിലെ വിട്ട ആള്. വൈകുന്നേരം വിട്ടത്. രാവിലെ. ഈ പഞ്ചായത്തിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ എന്റെ മേശപ്പുറത്ത് വേണം. നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നത് ഉടൻ തന്നെ ലോക്കപ്പ് ചെയ്യണം. 11 മണിക്ക് ശേഷം. എന്തേ സാർ? തന്റെ അമ്മായി ഇവിടെ സാർ. ഇവിടെ നാളെ കാണാൻ മണി. ക്ലീനിങ് തുടങ്ങിയ ഇന്നത്തെ ദിവസം കൂടെ ഉള്ളു. അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കണം. നാളെ കാലമാർ നിങ്ങളുടെ എത്തണല്ലേ? എന്താ അവന്റെ പേര്? ഉണ്ടോ? ഏതാ ഈ അവതാരം? എന്റെ പേര് ദാസപ്പൻ. കേരള പോലീസിലാണ് ജോലി. തനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല സാർ. പിന്നെന്താ ഒരു വിറവല്? പനിച്ചിട്ടാ. എന്താണോ കയ്യില്? ഇത് യൂണിഫോമാ. യൂണിഫോം അല്ലതായിട്ടിരിക്കുന്ന? ഇത് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ യൂണിഫോമാണ്. നല്ല 1ാം തരം മിമിക്രിക്കാരനാണ് സാർ. കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിനെ അതുപോലെ എടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി നായർ. എന്താണോ ഷേവ് ചെയ്യാത്തത്? ബ്ലേഡ് അലർജിയാണ് സാർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്. കാണണോ? വേണ്ട. വേണ്ട. ആ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽസ് റൂമിലേക്ക് കൊണ്ടുവരും. എന്താണത്? ഫയൽ. ഏത് ഫയൽ? മറ്റേ ഫയൽ. മറ്റേ ഫയൽ? ആ ബോംബെക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ ഫയൽ. ബോംബെക്കാരിയുടെ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽ അവിടെ? രണ്ടും ബോം എന്നായതുകൊണ്ട് തെറ്റിപ്പോയതാണ് സാർ. ആ താൻ പോ. ഓ റാണി ഫോൺ എടുക്ക. ഹലോ. ആ ഉണ്ട് കൊടുക്കാം. മാഡത്തിനാ? ഹസ്ബൻഡാ? ഹലോ മഹേട്ടിനെ പോന്നു. ഞാനിപ്പോ ഒന്ന് കയറിയുള്ളൂ. മോളെവിടെ? മോള് മ്യൂസിക് ക്ലാസ്സിൽ പോയിരിക്കുക. നിന്റെ അച്ഛനിപ്പോഴും പഴയ നമ്പ്യാര് തന്നെയല്ലേ? ആ തുടങ്ങി. അമ്മായിയപ്പനും മരുമോനും കൂടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ആ നിന്റെ രോഗികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ തമാശ പറഞ്ഞായിരിക്കും. എടി, നമ്മുടെ അടുത്തുള്ള കൈരളി തിയേറ്ററിൽ ഇപ്പൊ ഏത് പടം ഓടുന്ന? പോലീസ് ജാഗ്രതയായി. വേഗം വീട്ടിലേക്ക് വാ. സിനിമാ ഭ്രാന്ത് ഇപ്പോഴും തീർന്നിട്ടില്ല. സാർ എന്നെ വിളിച്ചോ? ഇവിടുത്തെ എസ് എവിടെ പോയിടോ? SI സാർ 2 മാസമായിട്ട് ലീവാണ് സാർ. ഹണിമൂണിന് പോയിരിക്കാം. ഊട്ടി, കൊടൈക്കനാൽ, മധുര. മതി. ഇനി SI സാർ വിളിക്കുമ്പോ പറയാം മതി ഇങ്ങ് പോരാൻ. തനിക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം സാർ. ലൈസൻസ് ഉണ്ട്.
നാളെ വല്ല താനാ എന്റെ ഡ്രൈവർ. അപ്പൊ ഞാനിന്നൊന്ന് എന്റെ വീട്ടിൽ പൊക്കട്ടെ സാർ. എന്തിന്? പണയം വെച്ചേക്കണ ലൈസൻസ് എടുപ്പിക്കാനാ. എവിടെയാ തന്റെ വീട്? മൈമൂൺ തിയേറ്ററിന്റെ ബാക്കിലാണ് സാർ. മൈമൂണിന്റെ ഇപ്പൊ ഏത് പടം കളിക്കുന്നത്? ലാവണ്യ ലഹരി. ദാ, ബാൽക്കണിയോ പത്താസോ. പോയി ഞാനേ വെള്ളി നക്ഷത്രം വാങ്ങിച്ചിട്ട് പോണം. അപ്പൊ സാർ ആ പടം കണ്ടതാണല്ലേ? പോടോ. ഡോക്ടറാണോ? അല്ല കമ്പൗണ്ടറാ. ഞാൻ വിചാരിച്ചു രോഗിയാണെന്നും. താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല? മനസ്സിലാകാഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ TC ദാസപ്പൻ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. ഇങ്ങനെയും ഒരു പോലീസോ? എടാ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എത്ര കേസുകളാ പിടിച്ചെങ്ങനെ അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തു. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റി? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ. അപ്പൊ ഡ്രൈവർ വേണ്ടേ? ഞാനല്ലോ ഞാൻ. ഓ അപ്പൊ ഡ്രൈവർ ആണല്ലേ? എടാ ഡ്രൈവറെ, ഇന്ന് വരെ ഒരു ടീച്ചറെ മുഖത്ത് വെച്ച ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? TC ദാസപ്പൻ. ആ, ഞാൻ മഹാദേവന്റെ അമ്മയാ. നമസ്കാരമ്മേ. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനായത്. മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം ആ പെരട്ട നാരായണപിള്ള സാറ്. ആ, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വാരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. അവരെ കൊണ്ട് പണി എടുപ്പിച്ച് എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്നിട്ട് മോന്ന് മാർക്കറ്റിൽ പോയി. പിന്നെ കുറച്ച് പരവിയും ചെയ്യാത്താണോ നോക്കണേ. ഈ വേഴ്ത്തി പോയ കാശ് കുറവായിരിക്കും. കാശേ കൊടുക്കണ്ട മച്ചി, ഇത് ഓസല്ലേ. റേഷൻ കട പഞ്ചാരോട് മേടിപ്പിക്കും. റേഷൻ കട ഇപ്പൊ തുറന്നു കാണില്ല. ഇപ്പൊ തുറന്നു കുറച്ച് കഴിയുമ്പോൾ തുറക്കും. കുറച്ച് തുറക്കില്ല. അമ്മ ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ആ, നീ ഏതായാലും ഒത്തിരി നാൾ കൂടി വന്നതല്ലേ. രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാ. അത് ശരിയാ. ആശുപത്രി പോകുന്ന വഴിയില്ലേ അമ്പലം. നമുക്ക് എന്റെ കാറിൽ പോവാം. നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന. ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ. സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം. പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാ. ആ നാരായണ, മോളെ സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിയിലേക്ക് വന്നാ മതി. പോയിട്ട് വരട്ടെ. ശരി അയ്യോ അമ്മ, റേഷൻ കട പോണ കാര്യം. ആ മോനെ ദാസപ്പാ, സാറിനെ കൊണ്ട് വിട്ടേച്ച് വേഗം മീൻ വാങ്ങിച്ചു വരണേ. എന്നിട്ടും റേഷൻ കടയിൽ പോവാൻ. നീ എന്താണ് നോക്കി നിൽക്കണേ? പോയി തേങ്ങ വിളിക്കണം. തൊണ്ടും ചേർട്ടാ ഞാൻ കരുതി വെക്കണുണ്ട്. ഏത് പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത്? നരസിംഹത്തിന്റെ. ഓ, ലാലിന്റെ പടമാണല്ലേ. ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പോസ്റ്റർ നീയാണ് ഒട്ടിച്ചത്? അതെ സാർ. നീയാണോ പോസ്റ്റർ ഒട്ടിക്കുന്നത്? ചിലത് മീശയില്ല, ചിലത് താടിയില്ല, ചരിഞ്ഞ് തിരിഞ്ഞ്. അല്ല സാർ, ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച ഒട്ടിച്ചേ. സംഗതി എനിക്കറിയാം. ഒട്ടിക്കുമ്പോ പശ ശരിക്ക് തേക്കണം, എന്നാലും ഒട്ടു. പക്ഷേ അധികമായാൽ ആട് തിന്നു സാർ. ഓ, എന്താ ഇപ്പൊ അതിന് വഴി? ആ അതിന് വഴിയുണ്ട് സാർ. എന്താടോ? ഈ പോസ്റ്ററിന്റെ ചോട്ടില് ഒരു ബക്കറ്റിൽ പിണ്ണാക്ക് കലക്കി വെച്ചാൽ അത് ആട് വന്ന് കുടിച്ച് ടാങ്ക്സും പറഞ്ഞു. അങ്ങനെ പറയണം. എടോ, ഈ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഒരു കലയാണ്. അതൊരു ജോലിയല്ലേ സാർ? ദേ സാർ, ഒരു ആട് വന്ന് നിൽക്കുന്നത്. എവിടെ? കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണെന്ന് വന്നത്. താനല്ലേ പറഞ്ഞ പോസ്റ്റർ ആട് നിന്ന്? അതെന്താ മന്നിച്ചിരിക്കുന്നത്? ആ അത് കാലത്ത് വല്ല അവാർഡ് പടത്തിന്റെ പോസ്റ്റർ തിന്ന് കാണും സാർ. നിങ്ങൾ പറയണോ? രണ്ട് പോസ്റ്റർ എടുത്ത് ജീപ്പിലിട്ടെ. എന്തിനാ സാറേ പോസ്റ്റർ? അത് നമ്മുടെ ലോക്കപ്പിൽ ഒട്ടിക്കാൻ. അല്പം റിച്ച് ആയിരിക്കും. ലോക്കപ്പിലാ? ഈശ്വര, ഇങ്ങനെയും പോലീസ് ഓഫീസർ പശ മേടിക്കാൻ കാശില്ല സ്നേഹിത. കൃത്യം എത്ര മണിക്കാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കൃത്യം 9:30 മണിക്ക്. എത്ര മണിക്കാ സ്ഫോടനം നടന്നത്? ഒരു 10-10:30 മണിയായി കാണും. 10-10 തന്നെ ഒരു 10 മണിയായി കാണും. വണ്ടി ഇറക്കണോ? എങ്ങോട്ടേക്കാണ് സാർ? തന്റെ അമ്മായിപ്പന്റെ ഓ, അടുത്തേക്ക്. അപ്പൊ ശ്മശാനത്തിന്റെ കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. വണ്ടി കോൺവെന്റിലേക്ക് എടുക്കണോ? പേടിപ്പിക്കണം. ശ്മശാനം. ഹലോ. അതെ, ഓക്കെ. പ്രതികള് ഓക്കെ. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? പാകിസ്ഥാൻ ഓൾ ഔട്ട്. എടോ, ഇവിടത്തെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഏതാ? ഫാദറോട് ചോദിക്കാം.
ഈശോ മിശിഹായ്ക്കും സ്തുതി. അസ്സലാമലൈക്കും. വയ്യാ മാലേക്കും അസ്സലാം. അയാൾ എന്താ പറഞ്ഞു? എന്റെ കൂടെ ഉള്ള ആരാന്ന് ചോദിച്ചതാ. നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ എന്റെ അസിസ്റ്റന്റ് ആണ്. അല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്ന. പീസ് പീസ് പീസായി പോയില്ലായിരുന്ന. ഡാഡാ, എല്ലാം നോട്ട് ചെയ്തോ? യെസ് സർ. ബൈ ദ ബൈ, സിസ്റ്ററുടെ പേരെന്നാ പറഞ്ഞു? പെട്രീഷ്യ. നോട്ട് ഇറ്റ്. എന്താ എഴുതിയ? സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെട്രീഷ. താങ്ക് യു സിസ്റ്റർ. വെൽക്കം. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? പെട്രീഷ്യ. ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ താൻ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല, ഞാനില്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നരച്ചിട്ട, ക്ലീൻ ഷേവാ. പിന്നെ പുള്ളിക്കാരൻ കല്യാണവും കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി? പൊക്രാനിൽ ബോംബ് പിടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാറ് ചോദിച്ചത്? വണ്ടി എടുക്കാം. പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കണില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്പ ധൃതിയുണ്ട്. എന്ത് ഇത്ര ധൃതി? പുതിയ സി എ വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി. നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ നോക്കിയേ, ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാരം എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉരുട്ടി തന്ന്. അവന് ഞാനും മുന്നാളാ തമ്മിൽ ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റോ നോക്കടി. അവൻ ഇപ്പോഴൊന്നും അയ്യോ, എഴുന്നേറ്റില്ല. എന്നെ പൊക്കളെ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമടങ്കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ല. അയ്യോ, ജമ്മം പാഴ്. ആ മുഖം കണ്ടു. സോറി ഏട്ടാ. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ CI കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയിൽ, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി. എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വലിയ കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സൈക്കിള് സൈക്കിൾ. സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ? ഫ്രണ്ട് ബില്ല് ഇത്തിരി അറടിക്കാനാ. ഊതി അടിച്ചാ മതിയടാ. എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോകത്തിൽ കയറ്റണേ. നിന്നെ ഇനി തിരിച്ച് ലോക്കപ്പിക്കാറ്റാണ്. നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേരറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അമ്മരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാനാണ്? പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ. ഓ, അവിടെ ഭയങ്കര കൊതുകാണ് സാർ. എന്നാ ഒരു കൊതുകോലായിട്ട് തരാടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് വാ. പക്ഷെ ഇത് പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ +2 തെറിച്ചു. അത് ശരി. അപ്പൊ ഞങ്ങൾ വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? പോ ചെല്ല്. പോ. പോക്കറ്റ് അടിയാ. നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ? നിന്നെ ആരാടാ പോലീസിലെടുത്ത്? വാ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അല്ല, ഒഴിപ്പിക്കോ? എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴിപ്പിക്കോ? ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴിപ്പോടാ. ബ്രേക്ക് ഉണ്ടായിരുന്നില്ല സാറേ.